പശ്ചിമേഷ്യ യുദ്ധം അതീവ ഗുരുതരമായ ഘട്ടത്തിലേക്ക് നീങ്ങുന്നു. ഗൾഫ് മേഖലയിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ വൻ മിസൈൽ ഡ്രോണാക്രമണം നടത്തി. തിരിച്ചടിയായി ഇറാന്റെ സുപ്രധാന വ്യവസായ കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ സഖ്യം അതിശക്തമായ ബോംബാക്രമണം നടത്തിയതായും റിപ്പോർട്ടുകൾ. യുദ്ധം കനക്കുന്ന സാഹചര്യത്തിൽ ജനജീവിതം സ്തംഭിക്കുന്നു. പശ്ചിമേഷ്യ അശാന്തം. ഇസ്രായേൽ സഖ്യവും ഇറാനും തമ്മിലുള്ള യുദ്ധം അതീവ ഗുരുതരമായ ഘട്ടത്തിലേക്ക് നീങ്ങുന്നു. പ്രത്യേകിച്ച് ഗൾഫ് മേഖലയിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ വൻ മിസൈൽ ആക്രമണം നടത്തിയെന്നാണ് പറയുന്നത്. മാത്രമല്ല, ഡ്രോൺ ആക്രമണം നടത്തിയതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. കുവൈറ്റിലെ അൽ അദീരി ബേസിലെ ഹെലികോപ്റ്റർ യൂണിറ്റിന് നേരെ നടന്ന ആക്രമണത്തിൽ ഒരു ഹെലികോപ്റ്റർ തകർത്തതായും ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് ഹെലികോപ്റ്റർ തകർത്തതായും സൂചനകളുണ്ട്. മാത്രമല്ല, ആക്രമണങ്ങൾ പൂർണ്ണ ശക്തിയോടെ തുടരുമെന്ന് ഇറാൻ മുന്നറിയിപ്പും നൽകുന്നു. 100-ലധികം ഭാരമേറിയ മിസൈലുകളും ഡ്രോണുകളും 200-ലധികം റോക്കറ്റുകളുമാണ് പുതിയ തരംഗത്തിൽ ഇറാനും സഖ്യകക്ഷികളും ഇപ്പോൾ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്രയേലിലെ വിവിധ കേന്ദ്രങ്ങൾക്ക് പുറമെ ബഹ്റൈനിലെ സൈനിക താവളങ്ങളും ലക്ഷ്യമിട്ടതായും റിപ്പോർട്ടുകളിലുണ്ട്. മേഖലയിലെ അമേരിക്കൻ താൽപര്യങ്ങൾക്ക് കനത്ത പ്രഹരമേൽപ്പിക്കാനാണ് ഇറാന്റെ ഈ പുതിയ തന്ത്രം. മാത്രമല്ല, കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളം 7ാം തവണയും ആക്രമിക്കപ്പെട്ടിരിക്കുന്നു. വിമാനത്താവളത്തിലെ ഇന്ധന ടാങ്കുകൾക്ക് നേരെയായിരുന്നു മുൻപ് നടന്ന ആക്രമണമുണ്ടായത്. എന്നാൽ തീയണയ്ക്കാൻ 58 മണിക്കൂർ എടുക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് പുതിയ ആക്രമണവും റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ ഇറാന്റെ മിസൈലുകൾക്ക് തിരിച്ചടിയായി സുപ്രധാന വ്യവസായ കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ സഖ്യം അതിശക്തമായ ബോംബാക്രമണം നടത്തിയതായും പറയുന്നു. ഇറാന്റെയും ഏറ്റവും വലിയ ഉരുക്ക് നിർമ്മാണശാലയായ മൊബാറക്കെ സ്റ്റീൽ കമ്പനി ലക്ഷ്യമിട്ടാണ് വ്യോമാക്രമണം നടന്നിരിക്കുന്നത്. ഉൽപാദന യൂണിറ്റുകൾക്ക് വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചുവെന്നാണ് പറയുന്നത്. മിസൈലുകൾ, ഡ്രോണുകൾ, കപ്പലുകൾ എന്നിവയുടെ നിർമ്മാണത്തിന് അത്യാവശ്യമായ സ്റ്റീൽ ഉൽപാദനം തടയാനാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതും. ഇതിനു പുറമെ ടെഹ്റാനിലെ ഒരു മരുന്ന് നിർമ്മാണശാലയ്ക്ക് നേരെയും ആക്രമണമുണ്ടായതായി പറയുന്നുണ്ട്. എന്തായാലും യുദ്ധം കടുക്കുന്ന സാഹചര്യത്തിൽ കുവൈറ്റിലെ ജനജീവിതം സ്തംഭിക്കുന്ന അവസ്ഥയിലാണ്. വലിയ ഭീഷണി തന്നെയാണ് നിലനിൽക്കുന്നത്. തുറമുഖങ്ങൾ, ശുദ്ധീകരണശാലകൾ, ഊർജ്ജ നിലയങ്ങൾ എന്നിവയ്ക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചു. സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി കുവൈറ്റ് നാഷണൽ ബാങ്ക് ബുധൻ, വ്യാഴം ദിവസങ്ങളിലെല്ലാം അടച്ചിടുകയും ചെയ്തു. യുദ്ധം ഗൾഫ് മേഖലയിലെ സാമ്പത്തിക പ്രവർത്തനങ്ങളെയും വലിയ തരത്തിൽ ബാധിച്ചിട്ടുണ്ട്. മാനുഷിക പ്രതിസന്ധി രൂക്ഷമാകുകയും ചെയ്യുകയാണ്. യുദ്ധത്തിൽ ഇതുവരെ 92,000 ജനവാസ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടതായും റിപ്പോർട്ടുകളുണ്ട്. ഇതിൽ സ്കൂളുകളും ആശുപത്രികളും ഉൾപ്പെടുന്നുണ്ട്. ഇത് അന്താരാഷ്ട്ര തലത്തിൽ പ്രതിഷേധത്തിനിടയാക്കിയിട്ടുമുണ്ട്. വ്യോമാക്രമണങ്ങൾ ജനവാസ മേഖലയിലേക്ക് വ്യാപിക്കുന്നതോടെ ഇറാനിലും അയൽ രാജ്യങ്ങളിലും മാനുഷിക പ്രതിസന്ധി രൂക്ഷമാകുന്ന സാഹചര്യമാണ് ഇന്ന് ദൃശ്യമാകുന്നത്. അടിസ്ഥാന സൗകര്യങ്ങൾ തകരുന്നത് ദീർഘകാലാടിസ്ഥാനത്തിൽ പശ്ചിമേഷ്യൻ സമ്പദ്വ്യവസ്ഥയെ താറുമാറാക്കും. യുദ്ധം പുതിയ തലങ്ങളിലേക്ക് വ്യാപിക്കുന്ന സാഹചര്യത്തിൽ ലോകരാജ്യങ്ങളുടെ ഇടപെടലും അത്രത്തോളം പ്രധാനപ്പെട്ടതാണ്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.